അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിലൂടെ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ്. ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പം അവരുടെ പുതിയ ആപ്ലിക്കേഷന്, വെബ്സൈറ്റ് അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് അതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റിങ്ങിനായിട്ട് നമുക്ക് ഒരു സ്റ്റഡി പോലെ അവർ നമുക്ക് തരും. എന്നിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്താൽ അവർ പറയുന്ന ആ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടുന്നതാണ്. ആ ഒരു എമൗണ്ട് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ, പേപാൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡായിട്ട് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത നമുക്കിവിടെ ഒരുപാട് ന്യൂ പ്രോഡക്ട്സുകൾ തരും. അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ്, അങ്ങനത്തെ പുതിയ ഇവരുടെ കമ്പനിക്കാരുടെ ഇത് തന്നിട്ട് നമ്മളോട് അത് ടെസ്റ്റ് ചെയ്യാൻ പറയും. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അവരെ അറിയിക്കുക, അത്രയേ ഉള്ളൂ. അത് ചിലപ്പോൾ ഫീഡ്ബാക്ക് അവർ സർവേ രൂപത്തിലായിരിക്കും ചോദിക്കുക, അതല്ലാതെ ക്വസ്റ്റ്യൻ്റെ ബേസിലായിരിക്കും ചോദിക്കുക. അത് അവരൊരു ഇത് ഓപ്ഷൻ അനുസരിച്ചായിരിക്കും വരിക. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ആപ്ലിക്കേഷൻ, വെബ്സൈറ്റിൻ്റെ ഫീഡ്ബാക്ക് അവർക്ക് നൽകുക. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരും. ഈ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബീറ്റ ടെസ്റ്റേഴ്സ് ജോയിൻ ഇൻ ദ ബീറ്റ ടെസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ടുഡേ, ടെസ്റ്റ് എക്സൈറ്റിംഗ് ന്യൂ പ്രോഡക്റ്റ് ആൻഡ് ഗെറ്റ് പെയ്ഡ് ടു ഗീവ് ഫീഡ്ബാക്ക് ഫോർ ന്യൂ ആപ്സ്, വെബ്സൈറ്റ് ആൻഡ് കണക്റ്റഡ് ദ പ്രോഡക്റ്റ്. കണ്ടോ? അപ്പോൾ പറയുന്നത് അവർ പുതിയൊരു പ്രോഡക്റ്റ് അവർ നമുക്ക് തരും, അത് പ്രോഡക്റ്റിനെ പറ്റി. എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് പെയ്ഡ്, നമുക്ക് പേയ്മെൻറ്റ് കിട്ടും ഫീഡ്ബാക്ക് കൊടുക്കുന്നതിന്. എന്തിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കുന്നതിനാണ്? പുതിയൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ്, അതും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്നതിന് അവർ നമുക്ക് എന്ത് തരും? പേയ്മെൻറ്റ് തരുന്നതായിരിക്കും. അപ്പം പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 45-60 മിനിറ്റ് നിൽക്കുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും. ആ ടെസ്റ്റിന് നമുക്ക് $15 തൊട്ട് $30 വരെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ അവർ തരുന്ന ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ് തരുന്നതെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട്, ആമസോൺ, അങ്ങനത്തെ ഓരോ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അതിനെ നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റഡി ചെയ്യുക. എന്ന് വെച്ചാൽ ആപ്ലിക്കേഷനകത്ത് എവിടെയാണ് ഓർഡർ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇതുണ്ടല്ലോ. പ്രോഡക്റ്റ് നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്, പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഓപ്ഷൻ എടുക്കണം, പിന്നെ ഓർഡർ എവിടെയാണ് കാണാൻ സാധിക്കുക, അങ്ങനത്തെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അവർ സർവേ രൂപത്തിൽ നമ്മളോട് ചോദിക്കും. അതിന് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കണം. അപ്പം 45-60 മിനിറ്റ് നിൽക്കുന്ന ആ ഒരു ടെസ്റ്റിങ്ങിന് നമ്മൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് $15 തൊട്ട് $30 വരെ ഏൺ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ വിഡ്രോവൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ റിവാർഡ് റെഡീം ഓപ്ഷൻസ്, പേപാൽ, ബാങ്ക് ട്രാൻസ്ഫർ, ഗിഫ്റ്റ് കാർഡ്, ആമസോൺ ഗിഫ്റ്റ് കാർഡ്. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന പൈസ നമുക്ക് ഗിഫ്റ്റ് കാർഡായിട്ട് വിഡ്രോവൽ ചെയ്യാം. പേപാൽ വഴി വിഡ്രോവൽ ചെയ്യാം. അതല്ലാതെ ബാങ്കിലേക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് കമ്പനി, ഒന്ന് ബീറ്റ ടെസ്റ്റർ. കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി റിസർച്ച് ചെയ്യാൻ വരുന്ന ഓപ്ഷനാണ് വരിക. ബീറ്റ ടെസ്റ്റർ എന്ന് പറയുമ്പം ഐ വാണ്ട് ടു സൈൻ അപ്പ് ആസ് എ ബീറ്റ ടെസ്റ്റർ ആൻഡ് ഗെറ്റ് പെയ്ഡ് ടു ടെസ്റ്റ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. കണ്ട? അപ്പം ബീറ്റ ടെസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി വരുവാണ്. പേയ്മെൻറ്റ് കിട്ടുന്ന ടെസ്റ്റിങ്ങിനും അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കാനും വരുന്ന ഒരാളെന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈനപ്പ് ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ ജസ്റ്റ് സൈനപ്പ് ഓപ്ഷൻ കൊടുക്കുക. മെയിൽ ID കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും?
ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരെല്ലാം വർക്ക് ചെയ്യുക. ഇതിൽ ജസ്റ്റ് വേറെ സിമ്പിൾ പ്രോസസ്സാണ്. സൈനപ്പ് ചെയ്താൽ മാത്രം മതി. നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കണം. മെയിൽ ഐ ഡിയിൽ വെരിഫിക്കേഷൻ ലിങ്ക് വരും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മെയിൽ വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഒരു ടെസ്റ്റിങ്ങിൽ തന്നെ $15-30 വരെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു സൈറ്റാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.